ഹലോ ഗായസ്, നോർമലി ആൻഡ്രോയിഡ് സി പി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അതുപോലെ ഐഫോണിൻ്റെ സി പി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പേടിയാണ്. കാരണം അവർ പറയുന്നൊരു കംപ്ലയിൻറ്റ് പറഞ്ഞാൽ സി പി യു റിമൂവ് ചെയ്യാൻ അറിയുന്നില്ല, അല്ലെങ്കിൽ സി പി യു റിമൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രിൻറ്റ് മിസ്സാകുന്നു എന്നുള്ള കംപ്ലയിൻറ്റ്സ് ഒക്കെയാണ് അവർ പറയുന്നത്. കംപ്ലയിൻറ്റ്സ് അല്ല എന്നുള്ള പ്രശ്നങ്ങളാണ് അവർ പറയുന്നത്. സോ അതിനെന്താണ് നമ്മൾ ബെറ്റർ ആയിട്ടുള്ള ടൂൾസ് യൂസ് ചെയ്യുക. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഹോങ് ഹൈറ്റോങ്ങിൻ്റെ ബ്ലേഡാണ്. സോ ഈ ഒരു ബ്ലേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡത്തെ ഗമ്മ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. സോ ഗമ്മ് കട്ട് ചെയ്യാൻ ഏകദേശം ഒരു 240 എയർ ഹീറ്റും അതേപോലെ 40 എയറും വെച്ചിട്ട് നമ്മൾ നോർമലി ബ്ലോവർ അടിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ ഹീറ്റ് കട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ സർജിക്കൽ ബ്ലേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊരു ഫുൾ വീഡിയോ ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഹോങ് ഹൈറ്റോങ്ങിൻ്റെ ബ്ലേഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ അത് അത്യാവശ്യം നോർമലി എക്സ്പെൻസീവ് ആണ്, പക്ഷെ നമുക്ക് എന്താണ് വൺ ടൈം വാങ്ങിയാൽ നമുക്കത് ലൈഫ് ടൈം സെറ്റിൽമെൻ്റ് ആണ്. ഡാമേജ് വരാതിരുന്നത്തോളം കാലത്തോളം നമുക്ക് എന്താ യൂസ് ചെയ്യാൻ പറ്റും. നോർമലി ബ്ലോവറിൽ 240 അതേപോലെ 40 എയറിലും ഹീറ്റിലും വെച്ചിട്ട് എന്താണ് നമ്മൾ ജസ്റ്റ് നോർമലി അടിച്ചു കൊടുക്കുക. പിന്നെ ബ്ലേഡ് കൊണ്ട് നമ്മൾ ഇത് സ്ക്രാച്ച് ചെയ്ത് റിമൂവ് ചെയ്യുമ്പോൾ ഓവർ സ്ക്രാച്ച് ഡീപ്പ് ആകരുത്. അതായത് നമ്മൾ നോർമലി ഒരു തൊട്ടിട്ടില്ല എന്നുള്ള രീതിയിൽ ബോർഡിലേക്ക് പ്രിൻറ്റ് സ്ക്രാച്ചസ് വരാത്ത രീതിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക. അതേപോലെ നമുക്ക് ഈ രണ്ട് ഭാഗത്തും അതേപോലെ രണ്ട് സൈഡിലും ഇത് ഐഫോണിൻ്റെ A40 CPU ആണ്. ഇതിൻ്റെ രണ്ട് സൈഡിൽ നമുക്ക് ഗമ്മ് വരുന്നുണ്ട്, പക്ഷേ കമ്പൗണ്ട്സ് വരുന്നില്ല. ഇങ്ങനെ വരുന്ന CPs നമുക്ക് റിമൂവ് ചെയ്യാൻ എളുപ്പമാണ്. ഇതിൻ്റെ ഈ രണ്ട് സൈഡിൽ മാത്രമാണ് കമ്പൗണ്ട്സ് വരുന്നുള്ളൂ. സോ ഈ കമ്പൗണ്ട്സുള്ള ഭാഗം സൂം ചെയ്ത് കാണിച്ചു തരാം, ഒന്ന് കണ്ടു നോക്കൂ. അതായത് നമ്മൾ നോർമലി ആൻഡ്രോയിഡിൻ്റെ CPU എങ്ങനെയാണ് നമ്മൾ റിമൂവ് ചെയ്യുക, അതേ സെയിം മെത്തേഡിൽ തന്നെ നമുക്കിത് റിമൂവ് ചെയ്യാൻ പറ്റും. ആൻഡ്രോയിഡിനേക്കാളും ജസ്റ്റ് ഒന്ന് സൂക്ഷിക്കണമെന്ന് മാത്രം. കാരണം കമ്പൗണ്ട്സ് എല്ലാം പെട്ടെന്ന് റിമൂവ് ആകുന്നതാണ്. കാരണം ഹീറ്റ് ഒന്ന് കൂടിപ്പോയാൽ അല്ലെങ്കിൽ ബ്ലേഡ് ഒന്ന് മാറിപ്പോയാൽ സ്ക്രാച്ചസ് വരാനും ചാൻസ് ഉണ്ട്. ബ്ലേഡ് നോർമലി ചെറിയൊരു ആംഗിളിൽ വെച്ചിട്ട് ചെറിയൊരു കോണിൽ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മെല്ലെ വരഞ്ഞു കൊടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല രീതിയിൽ ഡീപ്പ് ആകരുത്. അതായത് നല്ല രീതിയിൽ ശ്രദ്ധിക്കാം. അതേപോലെ നമുക്ക് ഐഫോണിൻ്റെ കമ്പൗണ്ട്സ് റിമൂവ് ചെയ്യാൻ, അതേപോലെ ഐ സി റീബോൾ ചെയ്യാൻ എന്നുള്ളതിൻ്റെയൊക്കെ ഓരോ വീഡിയോസ് നമ്മൾ ഷോർട്സ് ആക്കിയിട്ടും അതേപോലെ കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ടെക്നീഷ്യൻസ് നമ്മുടെ അപ്ഡേഷൻ ക്ലാസ് ഉണ്ട്. അതായത് ഞാൻ അപ്ഡേഷൻ ക്ലാസ്സോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല. ഞാൻ അപ്ഡേഷൻ ക്ലാസ് എടുത്ത ആളാണ്. അത് ഞാൻ അപ്ഡേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കേരളത്തിൽ ബെറ്റർ ആയിട്ട് അപ്ഡേഷൻ ക്ലാസ് ചെയ്യുന്ന ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതിൻ്റെ എല്ലാം ബെറ്റർ ആയിട്ട് നമ്മൾ സ്വയം അപ്ഡേറ്റ് ആകുക. നമുക്കിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഓൺലൈനിൽ അതേപോലെ ഇൻസ്റ്റയിൽ യൂട്യൂബിൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. സോ അതിൽ നിന്നൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ചാൽ, കാരണം ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നാണ് നമുക്ക് വലിയ കാര്യങ്ങളിലേക്ക് എത്തുന്നത്. അതായത് ചെറിയൊരു ഐ സി റിമൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ ചെറിയൊരു ഷോർട്ട് ഫൈൻഡ് ചെയ്യുന്ന ഒരു ടിപ്പായിരിക്കാം, പക്ഷെ നമുക്കത് പിന്നീട് ഒരു കസ്റ്റമർ വരുമ്പോൾ നമുക്കത് ആപ്ലിക്കബിൾ ആകുമ്പോഴാണ് നമുക്കതിൻ്റെ ഉപകാരങ്ങൾ മനസ്സിലാവുക. അതായത് ഇപ്പോൾ ചെറിയൊരു ടെക്നീഷ്യൻ, അതായത് പല ടെക്നീഷ്യന്മാരിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. എനിക്ക് ട്രെയിനീസായിട്ട്, അതായത് ഞാൻ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ എനിക്ക് വന്നിട്ടുണ്ട്. അവരുടെ അടുത്ത് നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്, എൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ അവർ പഠിച്ചിട്ടുണ്ട്. അതിനേക്കാളും കൂടുതലായിട്ട് ചെറിയൊരു ട്രെയിനി വരുമ്പോൾ നമുക്ക് അവരുടെ അടുത്ത് നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുക. കാരണം പഠിച്ചിറങ്ങുന്നവരെന്ന് പറഞ്ഞാൽ നമുക്ക് തിയറി നമുക്ക് ഉണ്ടാവില്ല. കാരണം നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ നമുക്കധികം പ്രാക്ടിക്കൽ ഉണ്ടാവുള്ളൂ. തിയറി ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. അതായത് തിയറി ഉണ്ടാകും, എന്നാലും അത്യാവശ്യം പ്രോപ്പറായിട്ട് ഉണ്ടാവില്ല. സോ ആ ഒരു കണ്ടീഷനിലൊക്കെ നമുക്ക് വരുന്ന ട്രെയിനീസിന് പ്രോപ്പറായിട്ട് അവർക്ക് തിയറി ഉണ്ടാവും. ഈ പ്രാക്ടിക്കൽ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് നമ്മുടെ അടുത്തോട്ട് വരുന്നത്. സോ അവരുടെ അടുത്ത് നമ്മൾ മാക്സിമം തിയറി നമുക്കുള്ള കാര്യങ്ങൾ അവിടുന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. അതേപോലെ നമുക്ക് ഈ പ്രാക്ടിക്കൽ കാര്യങ്ങൾ നമുക്ക് അവർക്കും പറഞ്ഞു കൊടുക്കാനും പറ്റും. സോ ഇതെല്ലാം നമുക്കൊരു ഓപ്ഷൻസ് ആണ്. പിന്നെ അപ്ഡേഷൻ ക്ലാസ് എടുക്കുന്നതിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ അപ്ഡേഷൻ ക്ലാസ് നമ്മുടെ നാട്ടിലൊക്കെ അവൈലബിൾ ആണ്, പക്ഷേ ഓവർ എക്സ്പെൻസീവ് ആണെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ അപ്ഡേഷൻ ക്ലാസ്സിന് നമ്മൾ പോകുകയാണെങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഉപകാരങ്ങൾ നമുക്കുണ്ടാവും. അപ്ഡേഷൻ ക്ലാസ്സിന് പോകുന്നതിൻ്റെ മുന്നേ ഞാൻ ഒരുപാട് ഫോൺസ് റിട്ടേൺ ആക്കിയിട്ടുണ്ട്. ആ ഫോൺസ് എല്ലാം ഇപ്പം ഞാൻ ഓക്കെ ആക്കി കൊടുക്കുന്നുണ്ട്, ആ ഒരു കണ്ടീഷനിലുള്ള ഫോൺസ് എല്ലാം. അപ്പോൾ ഇനെന്തായാലും നമുക്ക് CP റിമൂവ് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കാം. അത് ഹോങ് ഹൈറ്റോങ്ങിൻ്റെ തന്നെ CP റിമൂവർ ബ്ലേഡ് ഉണ്ട്. സോ ഇത് നമുക്ക് നല്ല ഫ്ലെക്സിബിളാണ്. സോ ഇത് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഏകദേശം വിത്തൗട്ട് നോസിൽ യൂസ് ചെയ്യരുത്, വിത്തൗട്ട് നോസിൽ ക്യുക്ക് 861DW എന്ന ബ്ലോറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിലൊരു 360 ഹീറ്റും ഒരു 60 എയറും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്താൽ മതി. ഏകദേശം ഒരു 20 to 30 സെക്കൻഡ്. ഞാനിത് ഈ ഒരു സെറ്റപ്പിലാണ് വീഡിയോ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാം. പ്രോപ്പറായിട്ട്, കാരണം ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലാണ് ഫോൺ വെച്ചേക്കുന്നതും ബ്ലോവർ പിടിച്ചേക്കുന്നതെല്ലാം.
കാരണം നമുക്ക് വീഡിയോ എടുക്കുന്നതിൻ്റെ സെറ്റപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സർവീസ് ഏരിയ വെച്ചിട്ട് തന്നെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. സോ അതുകൊണ്ട് എന്താണ്, ജസ്റ്റ് ചെറിയൊരു ടൈം ഡിഫറൻസ് ഉണ്ടാവും. പ്രോപ്പറായിട്ട് നമുക്കൊരു 20 to 30 സെക്കൻഡിൽ വിത്തൗട്ട് നോസിൽ നമ്മൾ ഹീറ്റ് ഡയറക്റ്റ് മുകളിലൊന്ന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട്, അത് ഐഫോൺസിൻ്റെ ഏത് CPU ആണെങ്കിലും നമുക്ക് ബെറ്റർ ആയിട്ട് കിട്ടും. മാക്സിമം ഒരു 30 സെക്കൻഡ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് ഐസി നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഏകദേശം ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക, അതായത് 1 2 3 എന്ന രീതിയിൽ. അതായത് ഫസ്റ്റ് കോർണർ, ലാസ്റ്റ് കോർണർ, സെൻറ്റർ, ഈ 3 ഭാഗത്താണ് നമ്മൾ പുഷ് ചെയ്ത് കൊടുക്കേണ്ടത്. ഹീറ്റ് അടിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ നോർമലി പുഷ് ചെയ്ത് കൊടുക്കുക. ഓവർ പുഷ് ചെയ്യരുത്. ഓവർ പുഷ് ചെയ്തിട്ടുണ്ടല്ലേ 1 2 3, ആ 3യിൽ തന്നെ നമുക്ക് എന്താണ് CPU റിമൂവ് ആയിട്ട് കിട്ടും. അതായത് പ്രോപ്പർ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, പ്രോപ്പർ ബ്ലേഡും കറക്റ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് 30 സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് വിത്തൗട്ട്, അതായത് ഒരു പ്രിൻ്റോ കാര്യങ്ങളോ ഒന്നും പോകാൻ തന്നെ, അതായത് ആൻഡ്രോയിഡും ഐഫോണും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പ്രിൻ്റ് പോകാൻ സാധ്യത കൂടുതലാണ്, അതായത് ചാൻസ് കൂടുതലാണ്. സോ നമ്മൾ നോർമലി അത് കൺട്രോൾ ചെയ്തിട്ട് ഹീറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രോപ്പറായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു പ്രിൻ്റോ കാര്യങ്ങളോ ഒന്നും പോകാൻ നമുക്ക് കിട്ടും. അതേപോലെ നമ്മൾ ഇതേപോലെ ഓരോ വീഡിയോസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാം.